വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ കോന്നി MLA ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഓഫീസ് കത്തിക്കുമെന്നും ഇവിടെ നക്സലുകൾ വീണ്ടും വരുമെന്നും ഭീഷണിപ്പെടുത്തി. 14-ാം തീയതി പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ എല്ലാവരും കണ്ട വാർത്ത ഇതായിരുന്നു. മാത്രമല്ല, ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എല്ലാവർക്കും തോന്നി ഭരണ പാർട്ടി MLA ഗുണ്ടായിസം. പക്ഷേ സത്യം എന്താണ്? പതിവ് പോലെ അടുത്ത ദിവസമാണ് സത്യം മനസ്സിലായത്. മനുഷ്യരെ ദ്രോഹിക്കൽ ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഹരമാണ്. വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തം എന്നതാണ് ഇതിനുള്ള ന്യായീകരണം. സമാധാനത്തോടെ വീടിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല, പുലർച്ചെ റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റില്ല, എന്തിന് മുറ്റത്തിറങ്ങി നിൽക്കാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യം. വല്ലാത്ത സാഹചര്യമാണ് നമ്മുടെ വന അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ളത് എന്നുള്ളത് സത്യമാണ്. കാട് നാടിലേക്ക് കയറുന്ന അവസ്ഥയാണ്. ഭീതിയോടെയാണ് ഓരോ മനുഷ്യരും അവിടെ കഴിയുന്നത്. വല്ലപ്പോഴും വിനോദസഞ്ചാരം നടത്തുന്നവർക്ക് കാട് ഭംഗിയായിരിക്കും, അടുത്തുള്ള ഗ്രാമങ്ങൾ സുന്ദരവുമായിരിക്കും. പക്ഷേ അവിടത്തുകാർക്ക് ഇപ്പോൾ അങ്ങനെയല്ല.